ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു വിധ ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. രഘുവുമായുള്ള വിവാഹം കഴിഞ്ഞപ്പോഴാണ് പ്രീതി രഘുവീർ അലാവത്തായത്. അതിനു മുൻപ് ഇവൾക്കൊരു പേരുണ്ടായിരുന്നു. അമ്മയ്ക്കറിയാമോ ആ പേരെന്താണെന്ന്? പ്രീതി ഋഷഭ് ഗുജ്റാൽ. അത് കേട്ട ഋഷിയും പ്രതയും ഞെട്ടി. ഒരേ സ്വരത്തിൽ അവർ ചോദിച്ചു, എന്ത്? അത് അമ്മ, അച്ഛ. പ്രീതി അമ്മയുടെയും അച്ഛൻ്റെയും മകളാണ്. പക്ഷേ നിങ്ങൾ പോലും അതറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. ജനിച്ച സമയം തന്നെ പ്രീതിയെ അമ്മയിൽ നിന്നും അകറ്റുകയായിരുന്നു ഒരാൾ. അങ്ങനെ പ്രീതി മറ്റൊരിടത്ത് വളർന്നു. ഞാൻ ഇവളെ കണ്ടുമുട്ടി സത്യങ്ങൾ കണ്ടെത്തുകയായിരുന്നു അമ്മ. അതിനിടയിലാണ് അമ്മ എനിക്ക് വിവാഹം ഉറപ്പിക്കുകയും പിന്നീട് രഘുവിൻ്റെ വധുവായി പ്രീതി മാറുന്നതും. എനിക്ക് പകരം പ്രീതിയാണ് അന്ന് മണ്ഡപത്തിലിരുന്നത്. പ്രീതിയെയാണ് രഘു വിവാഹം കഴിച്ചത്. പക്ഷേ നിങ്ങളെല്ലാവരും കരുതിയിരുന്നത് അത് ഞാനാണെന്നാണ്. ശേഷം പ്രീതിയെ കണ്ടുമുട്ടിയ കാര്യങ്ങളും തുടർന്ന് നടന്ന സംഭവങ്ങളുമെല്ലാം പ്രാർത്ഥനയും പ്രീതിയും ഒരുമിച്ച് പ്രതയോടും ഋഷിയോടുമായി പറഞ്ഞു. എല്ലാം കേട്ടുനിന്ന അവർ ഞെട്ടിയെങ്കിലും അതിൻ്റെ എല്ലാം അവസാനം ഋഷിയും പ്രതയും ഒരുമിച്ച് പ്രീതിയുടെ അടുത്തേക്ക് പോയി അവളെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ പൊന്നു മോളെ, ഇത്രയും നാൾ ഈ അമ്മയ്ക്ക് നിന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ മോളെ. ഈ അമ്മയോട് നീ ക്ഷമിക്കും മോളെ. അച്ഛൻ്റെ പൊന്നു മോളെ, നീ ഈ അച്ഛൻ്റെ കൂടെ വേണം. ഇത്രയും പറഞ്ഞ് പ്രതയും ഋഷിയും സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിറകണ്ണുകളോടെ പ്രീതിയെ കെട്ടിപ്പിടിച്ചു. പ്രീതിയും തൻ്റെ അച്ഛനെയും അമ്മയെയും തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അവരെ ഇറുക്കെ കെട്ടിപ്പുണർന്നു. ശേഷം പ്രീതി പറഞ്ഞു, പ്രാർത്ഥന കാരണമാണ് എൻ്റെ അമ്മയെയും അച്ഛനെയും എനിക്ക് തിരിച്ചു കിട്ടിയത്. അന്ന് എന്നെ കാണാൻ പ്രാർത്ഥന വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എനിക്ക് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഇതുപോലെ നിൽക്കാനും എൻ്റെ രഘുവേട്ടൻ്റെ ഭാര്യയായി മാറാനും കഴിയുമായിരുന്നില്ല. രഘുവേട്ടൻ എന്നെ നേരത്തെ അറിയാമായിരുന്നുവെങ്കിലും രഘുവേട്ടനും ഈ നിമിഷം വരെ കരുതുന്നത് ഞാൻ പ്രാർത്ഥനയാണെന്നാണ്. ഞാൻ പ്രീതിയാണെന്ന് തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല രഘുവേട്ട. ഒരു സമയം ഞാൻ പ്രാർത്ഥനയായി തന്നെ ജീവിച്ചാലോ എന്ന് പോലും ആലോചിച്ചിട്ടുണ്ട്. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം രഘുവേട്ട. ഇത്രയും പറഞ്ഞ് പ്രീതി രഘുവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി. അന്നേരം പ്രാർത്ഥന നടന്ന സംഭവങ്ങളെല്ലാം രഘുവിനോട് പറഞ്ഞു. രഘു ആദ്യമായി കണ്ടതും ഇഷ്ടപ്പെട്ടതും പ്രീതിയെയാണെന്നും പിന്നീട് പ്രാർത്ഥനയെ പെണ്ണു കാണാൻ വന്നതാണെന്നും പ്രാർത്ഥനയാണെന്ന് കരുതി പ്രീതിയെയാണ് വിവാഹം കഴിച്ചതെന്നുമുള്ള സകല കഥകളും പ്രാർത്ഥന രഘുവിന് മുൻപിൽ എല്ലാവരും കേട്ടുനിൽക്കെ ബോധിപ്പിച്ചു. എല്ലാം കേട്ടുനിന്ന രഘുവും ഞെട്ടിത്തരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ താൻ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്ന പെണ്ണിനെ തന്നെയാണ് എല്ലാത്തിൻ്റെയും അവസാനം വിവാഹം കഴിച്ചതെന്നോർത്ത് രഘു എല്ലാം മറന്ന് പ്രീതിയോട് ക്ഷമിച്ചു. അല്പനേരത്തെ എല്ലാവരുടെയും മൗനത്തിനും ആനന്ദ കണ്ണീരിനും ശേഷം പ്രത തുടർന്നു. അല്ല പ്രാർത്ഥന മോളെ, പ്രീതിയും നീയും എൻ്റെ മക്കൾ തന്നെയാ. ശരി തന്നെ. പക്ഷേ പ്രീതിയെ ഞാൻ നിന്നോടൊപ്പമാണോ പ്രസവിച്ചത്? അതായത് എൻ്റെ ഇരട്ട കുട്ടികളായ പെൺമക്കളാണോ നീയും പ്രീതിയും? അന്നേരം പ്രാർത്ഥന പറഞ്ഞു, അത് അമ്മേ, ഞാനും ആദ്യം കരുതിയിരുന്നത് പ്രീതി എൻ്റെ ഇരട്ട സഹോദരിയാണെന്നാണ്. പക്ഷേ സത്യം അതല്ല അമ്മേ. പ്രീതിയെ എൻ്റെ കൂടെ അമ്മ പ്രസവിച്ച മകളല്ല. യഥാർത്ഥത്തിൽ അനുമോളല്ല, പ്രീതിയാണ് അമ്മയുടെ യഥാർത്ഥ മകൾ. ആ സത്യം കേട്ടതും പ്രതയും ഋഷിയും ഒരുപോലെ ഞെട്ടി. എന്ത്?